ദൃശ്യം എന്ന സിനിമേൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനുമുമ്പ് ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ദൃശ്യം 3 ജിത്തു ജോസഫ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ദൃശ്യം എന്ന സിനിമേൻ്റെ മൂന്നാം ഭാഗം. സിനിമേൻ്റെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ പരിശോധിക്കാം നമുക്ക്. എന്തായാലും പടം റിലീസിന് വന്നിരിക്കുകയാണ്. പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെയായിട്ടൊരു ആവറേജ് റെസ്പോൺസ് നടക്കുന്നുണ്ട് സിനിമേൻ്റെ അതർ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ സിനിമ തമിഴ്, തെലുങ്ക്, കന്നഡ റിലീസൊക്കെയാണ് വന്നത് മറ്റ് ഭാഷകളിലായിട്ട്. ഈവൻ കേരളത്തിലെ സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഭൂരിഭാഗവും കേൾക്കാൻ സാധിക്കും. പിന്നെ ആവറേജ് പറയുന്നുണ്ട്, ഓക്കേഷ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ആവശ്യമില്ലാത്ത കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ശശാമണ്ണൻ പറയുന്നുണ്ട്. എന്തായാലും പുള്ളീൻ്റെ കമൻറ്റ് ബോക്സ് ഇനി എന്തായാലും തെറിവിളിയാണെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്തായാലും സിനിമേൻ്റെ ഫൈനൽ പ്രീസെയിൽ നമ്പേഴ്സ് പരിശോധിക്കാം നമുക്ക്. നമ്മുടെ കേരളത്തിൽ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫൈനൽ പ്രീസെയിൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ് 12,40,00,000. രണ്ടാം സ്ഥാനം ലിയോ എന്ന് പറഞ്ഞ സിനിമയാണ് 8,08,00,000 മൂന്നാം സ്ഥാനം നമ്മുടെ കൂളി എന്ന സിനിമയായിരുന്നു. ഇനി അതല്ല, ഇനി നമ്മുടെ ദൃശ്യം എന്ന സിനിമേൻ്റെ മൂന്നാം ഭാഗമാണ്. ദൃശ്യം എന്ന സിനിമ 8,52,00,000 സിനിമേൻ്റെ ഫൈനൽ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത് പ്രീസെയിലായിട്ട്. കൂലി സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 8,08,00,000 ആയിരുന്നു. പിന്നെ പാട്രിയോട്ട് എന്ന സിനിമേൻ്റെയും ഈ വർഷത്തെ ഹയസ്റ്റ് ഫൈനൽ പ്രീസെയിൽ മറികടന്നിട്ടുണ്ട്, 5,67,00,000. എന്തായാലും പാട്രിയോട്ട് എന്ന സിനിമ ഒരു വില്ലനെ അല്ലെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. എന്തായാലും ലിയോ സിനിമേൻ്റെ ഫൈനൽ മറികടന്നിട്ടില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് നിലവിൽ. എന്തായാലും നമ്മുടെ കേരളത്തിലെ ഓപ്പണിംഗ് ഓൾമോസ്റ്റ് 8,52,00,000 ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ മറ്റ് ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് ഫൈനൽ പ്രീസെയിലായിട്ട് 4,04,00,000 മുകളിലായിട്ടാണ്. ഇനി ഇന്ത്യൻ്റെ വെളിയിൽ ഓവർസീസ് ആണ്. ഓവർസീസിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 22,03,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഫൈനൽ പ്രീസെയിലായിട്ട് സിനിമയ്ക്ക് 35,01,00,000 ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നത് ഫൈനൽ പ്രീസെയിലായിട്ട്. ഇനി ഓപ്പണിംഗ് വീക്കെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ഒരാഴ്ചത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് അഡ്വാൻസ് ആയിട്ട് സിനിമയ്ക്ക് കേരളത്തിൽ 13,05,00,000 കാണാൻ സാധിക്കുന്നത് വീക്കെൻഡായിട്ട്. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ 5 കോടിയാണ്. പിന്നെ ഓവർസീസിലെ സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് 30 കോടിനടുത്താണ് കാണാൻ സാധിക്കുന്നത്. 29 കോടിനടുത്തെങ്ങാണ്ടാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മുടെ ഓപ്പണിംഗ് വീക്കെൻഡ് നമ്മുടെ പ്രീസെയിൽ കണക്ക് നമ്മുടെ ദൃശ്യം 3 സിനിമയ്ക്ക്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് ഫൈനൽ ഓപ്പണിംഗ് വീക്കെൻഡ് പരിശോധിക്കുമ്പോൾ 48,15,00,000. എന്തായാലും 50 കോടിനടുത്ത് വരും നമുക്ക് ടോട്ടലായിട്ട് നോക്കുമ്പോൾ കളക്ഷന്. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വൈകുന്നേരത്തെ നമ്പേഴ്സ് പരിശോധിക്കുമ്പോൾ 9 കോടി മറികടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ബോക്സ് ഓഫീസ്. 9,05,00,000 മുകളിലാണ് ഇപ്പോൾ നിലവിലെ കേരളത്തിലെ കളക്ഷന്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ ദൃശ്യം എന്ന സിനിമേൻ്റെ ഗംഭീരമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്. എന്തായാലും സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ റിമിക്സ് ചെയ്യപ്പെടുക. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ ദൃശ്യം എന്ന സിനിമേൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്. അതിനുമുമ്പ് ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.